ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മൈദ ചേർക്കാത്ത തേങ്ങയും റവയും കൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു ടീ കേക്ക് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ബാത്തിക്ക എന്നാണ്, ഗോവൻ ബാത്തിക്ക എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വോയിസ് കൊടുക്കാണ്ട് ഷെയർ ചെയ്തൊരു റെസിപ്പിയായിരുന്നു. നല്ല സൂപ്പറായിട്ടുള്ള ടീ കേക്കാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സ്ക്വയർ ബേക്കിംഗ് ട്രേ ആണ്. ഞാൻ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഓയിൽ ബേക്കിംഗ് ട്രേയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബേക്കിംഗ് പേപ്പർ വെച്ചു. എന്നിട്ട് വീണ്ടും ഓയിൽ മുകളിൽ സ്പ്രെഡ് ചെയ്തു, സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ സ്പ്രെഡ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്, ബട്ടറൊന്നുമല്ല. എന്നിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് ആദ്യം നമുക്ക് ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് 250 ml കപ്പിൽ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ വറുക്കാത്ത റവ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ തരി തരിയായിട്ടുള്ള റവ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ആവുക. കൂടുതലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കേക്ക് നന്നായി കിട്ടില്ല. അപ്പം കറക്റ്റായിട്ട് തന്നെ എടുക്കുക. 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ബേക്കിംഗ് പൗഡറാണ് ഞാനിവിടെ എടുക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റവയിൽ നമ്മൾ ഉപ്പും ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് പൗഡറിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ റവ എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ നമ്മൾ സാധാ തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുതന്നെ എടുക്കാം കേട്ടോ. അതിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ചിരവിയത് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക. 1.5 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് റവയിലോട്ട് 1.5 കപ്പ് തേങ്ങ ചിരവിയത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഈ ഒരു കേക്കിലോട്ട് നമ്മൾ മൈദ ഒട്ടും തന്നെ ചേർക്കുന്നില്ല. റവയും തേങ്ങയുമാണ് മെയിൻ ചേരുവകൾ. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വലിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. തണുപ്പുള്ള മുട്ടയൊന്നും എടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കേക്കിൻ്റെയും ഇത് സ്റ്റെപ്സിലൊക്കെ നമ്മൾ പറയുന്നതാണ് മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിരിക്കണം എന്ന്. ഇനി അതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മുട്ടയുടെ ഫ്ലേവറൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ വനില എസൻസ് ചേർക്കാം, പക്ഷേ ഏലക്കാപ്പൊടിയാണ് നല്ലത് കേട്ടോ. പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇനി കുറയ്ക്കേണ്ട, അതുപോലെ കൂട്ടുകയും വേണ്ട. നല്ല നോർമലായിട്ടുള്ളൊരു പഞ്ചസാര കേട്ടോ അത്. ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ടയുടെ കളറ് മഞ്ഞ കളറാണല്ലോ ബീറ്റ് ചെയ്യുമ്പോൾ. അത് മാറിയിട്ട് നല്ല വൈറ്റ് കളറിലാവുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അത് നിർബന്ധം കേട്ടോ. മാക്സിമം ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. പലരും പറയാറുണ്ട് മിക്സിയിലൊക്കെ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് എന്നൊക്കെ. എനിക്കറിയില്ല. അപ്പം മിക്സിയിൽ ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വൈറ്റ് കളറിൽ വരുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം ആ ഒരു മഞ്ഞ കളർ മാറിയിട്ട് ഇങ്ങനെ വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അതിലോട്ട് നമ്മൾ 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയും റവയും കൂടിയുള്ള മിക്സാണ്. അപ്പോൾ ഇത് ചേർക്കുമ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ബാക്കി നമ്മൾ സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ പുറത്തേക്ക് ചാടി പോകാണ്ടിരിക്കാൻ നോക്കട്ടോ. ഞാൻ ആദ്യം ബീറ്റ് ചെയ്തപ്പോൾ പുറത്തേക്ക് കുറച്ചൊന്ന് തെറിച്ച് പോയി. അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റർ വെച്ചിട്ട്. എന്നിട്ട് മുഴുവനായിട്ട് ബീറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ പിന്നെ ആ മുട്ടയുടെ ഫ്ലഫിനെസ്സൊക്കെ പോവും. എന്നിട്ട് പിന്നെ ബാക്കി നമ്മൾ ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ റവയിലും തേങ്ങയിലുമാണ് നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു മിക്സിൽ നന്നായിട്ട് കമ്പൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മളിങ്ങനെ കുത്തി കലക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഫ്ലഫിനെസ്സും ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയും. അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു കേക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് നേരെ പോയിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നില്ല. ഇത് നമ്മൾ 6-10 മണിക്കൂർ നമ്മളിത് പുറത്ത് വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പം ഇത് ഗോവൻ ബാത്തിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് അങ്ങനെ ചെയ്താലേ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കുന്ന സ്റ്റെപ്സൊക്കെ സിമ്പിളാണ്, പക്ഷേ തയ്യാറാക്കാൻ നമ്മളൊരു 6-10 മണിക്കൂർ, നമ്മൾ 6 മുതൽ 10 മണിക്കൂർ വരെ കേട്ടോ, മിനിമം 6 മണിക്കൂർ വെക്കണം. അപ്പം ബാറ്റർ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇത് കേക്ക് ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തും കൊടുക്കുക. അകത്തേക്ക് എയർ കടക്കാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇതാ അങ്ങനെ പുറത്താട്ടോ, ഫ്രിഡ്ജിലൊന്നുമല്ല, പുറത്ത് തന്നെ അങ്ങനെ വെക്കുക. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം, മാക്സിമം 10 മണിക്കൂറാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് ഉണ്ടാക്കി, പിന്നെ രാത്രി 11 മണി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ബേക്ക് ചെയ്തെടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു പരുവം കണ്ടോ, ഒരു പുറമേ ഇങ്ങനെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഒഴിച്ച പോലെയല്ല ബാറ്റർ ഉള്ളത്, നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ 150 ഡിഗ്രിയിൽ ആദ്യം ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് 5 മിനിറ്റ്. അതിനുശേഷം 150 ഡിഗ്രിയിൽ തന്നെ 30 മിനിറ്റ് നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുക. താഴെയും മുകളിലും കോയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് റെഡിയാവും. അപ്പം അതിന് മുകൾ ഭാഗം ഒന്ന് ഗോൾഡൻ ആവാൻ വേണ്ടിയിട്ട് വേറൊരു 10 മിനിറ്റും കൂടി നമ്മൾ മുകൾ ഭാഗം മാത്രം കോയിൽ ഹീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം 40 മിനിറ്റാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ, 150 ഡിഗ്രിയിൽ. പിന്നെ ടെമ്പറേച്ചറൊക്കെ പല ഓവനിനനുസരിച്ചിട്ട് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് കറക്റ്റായിട്ട് പറയുന്നില്ല. ഏതായാലും കേക്ക് കുക്കായി കിട്ടണ വരെ, അതുപോലെ തന്നെ കേക്കിൻ്റെ മുകൾ ഭാഗം ഒരു ഗോൾഡൻ കളർ വരുന്ന വരെ ഇത് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മുകളിൽ കോയിൽ മാത്രം ഹീറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റും കൂടി വെച്ചിട്ടുണ്ട്, മുകൾ ഭാഗം മാത്രം ഗോൾഡൻ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, കേക്കിൻ്റെ കളറൊക്കെ മാറി ഗോൾഡൻ കളർ ആയിട്ടുണ്ട് മുകൾ ഭാഗമൊക്കെ. അപ്പോൾ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ട് ഒരു സ്ക്യൂവറോ ഒരു ടൂത്ത് പിക്കോ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അകത്ത് നല്ല ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ മുകളിൽ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അകത്ത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പം ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് പുറത്തേക്ക് എടുക്കാൻ ഇതൊന്ന് ചൂടാറണം. അപ്പോൾ ഞാനിത് ചൂടാറാൻ വേണ്ടി വെക്കുവാണ്. അപ്പോൾ രാത്രിയല്ല ബേക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിത് പുറത്ത് വെച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാൻ ഇത് പുറത്തേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. നല്ല സൂപ്പറായിട്ടുള്ള കേക്കാട്ടോ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പഴയ ഓർമ്മകളൊക്കെ പുതുക്കുന്നൊരു കേക്കാണ്. കാരണം ഇത് കഴിക്കുമ്പോഴൊക്കെ എനിക്ക് നമ്മൾ പണ്ട് കാലത്ത് കഴിച്ച എന്തൊക്കെയോ ഒരു സ്നാക്സും സ്വീറ്റ്സൊക്കെ ഓർമ്മ വരും. നല്ല തേങ്ങയുടെ ടേസ്റ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് തേങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ തേങ്ങ അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ അല്ല ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ മൈദ ചേർക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഓവൺ ഇല്ലാണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഓവൺ ഇല്ലാണ്ട് ഇനി ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാം. എല്ലാ കേക്ക്സും ഓവൺ ഇല്ലാതെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എന്നാലും ഓവൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ തന്നെ പോയിട്ട് കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി വെക്കും. എന്നിട്ട് വൈകിട്ട് ബേക്ക് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ കണ്ടോ, ആ ഒരു ടെക്സ്ചറൊക്കെ കണ്ടോ, ആ തേങ്ങയുടെ ഫ്ലേവറാണ് ഉണ്ടാവുക ഈ ഒരു കേക്കിന് കൂടുതലായിട്ടും.
പിന്നെ ഇത് നമ്മൾ മൈദ വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഫ്ലഫി എന്നൊക്കെ അങ്ങനത്തെ ഒരു കേക്ക് അല്ല കേട്ടോ. ഇത് എന്താ പറയുക, നമ്മൾ ടീ കേക്ക് പോലെ അല്ലെങ്കിൽ റവ കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തരിതരിയായിട്ടുള്ള ഉണ്ടാവും, അതുപോലെ തേങ്ങ കുറച്ച് കടിക്കാനൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു കേക്കാണ്. പിന്നെ സോഫ്റ്റ് ഇല്ല എന്നല്ല, ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ലൊരു ടെക്സ്ചറാണ്, കണ്ടോ, അങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിപ്പോരുന്ന ആ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ നല്ല അടിപൊളി ടീ കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.